ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണല്ലോ. അപ്പൊ നമുക്കിന്ന് സിമ്പിൾ ഒരു നെക്ക് പാറ്റേൺ പഠിച്ചാലോ. ഈ നെക്ക് പാറ്റേൺ എന്ന് പറയുമ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്കും അറിയാന്നുള്ളവർക്കും എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് എംബ്രോയിഡറി പഠിക്കണമെന്നൊന്നുമില്ല, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ സ്റ്റിച്ച് ചെയ്യും മുന്നെയാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നെക്ക് കട്ട് ചെയ്യുന്ന രീതി കൂടെ കാണിക്കുന്നത്. നമ്മളല്ലാതെ സാധാ പ്ലെയിൻ നെക്കുള്ള ഉടുപ്പുകൾ ഉണ്ടല്ലോ, അതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. റിംഗ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യാനല്ല, നെക്ക് ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണമല്ലോ. ഫസ്റ്റ് നമുക്ക് നെക്കാണ് ചെയ്യേണ്ടത്. അപ്പൊ നെക്ക് നമുക്ക് എങ്ങനെയാണ് അതിനെ മാർക്ക് ചെയ്ത് മാറ്റേണ്ടതെന്ന് കണ്ടേ. അതിനുവേണ്ടി ഞാനിപ്പോ ഇത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുവാണ്. നാലായിട്ട് ഫോൾഡ് ചെയ്തിടുവാണ്. സാധാരണ നമ്മൾ കുർത്തകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഇട്ട ശേഷം നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പൊ ഞാനിത് ഏലൈൻ കുർത്തി ചെയ്യുന്ന കാരണം നാലായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഫുൾ വീതിയിൽ ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സെന്റർ ഭാഗത്തായിട്ടല്ലേ നെക്ക് വരുന്നത്. അപ്പൊ നമുക്കിവിടെ നെക്കിന്റെ വീതിയും നീളവും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ വി നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെങ്ത് ഞാനൊരു 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, വൈഡ് ഒരു 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. വൈഡ് 3 ഇഞ്ചും ലെങ്ത് 7 ഇഞ്ചും കൊടുത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് വരയ്ക്കണം. വി നെക്ക് ആയ കാരണമാണ് ഞാനിപ്പോ 7 ഇഞ്ച് കൊടുത്ത ലെങ്ത്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യണമല്ലോ. അപ്പൊ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച ശേഷം ഡിസൈൻ ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ, നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ രണ്ട് സൈഡും വീനൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഡിസൈൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് വിടണം. 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമുക്ക് ഫുൾ വർക്ക് ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് വേണം. അപ്പൊ 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ വെച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് വിട്ട് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഒന്ന് ചേർത്തടിച്ച് വലിയ സ്റ്റിച്ചിട്ട് ഒന്ന് ചേർത്തടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് ഉള്ളിലോട്ടാണല്ലോ പോകുന്നത്. അപ്പൊ ഞാനിവിടെ റിങ് ഇട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി റിങ് വേണം, ഒരു പെൻസില്, ഈ എംബ്രോയിഡറി ത്രെഡാണ് ഈ ത്രെഡ്, അതുപോലെ ഒരു കട്ടർ, ഈ ബോൾ പോലെയുള്ള കുഞ്ഞു ബീഡ്, അതുപോലെ തന്നെ നമുക്ക് ഈ ബീഡും ഈ ത്രെഡും കടത്തിവിടുന്ന നീഡില്, ഈ ത്രെഡും നമ്മൾ എടുക്കുന്ന ബോളും ഈ നീഡിൽ വഴി പോകുന്നതായിരിക്കും, ഇങ്ങനെ പാസ് ചെയ്ത് പോണതായിരിക്കണം നമ്മൾ എടുക്കുന്ന നീഡില. അതിനുള്ളതായിരിക്കണം ഇതിന്റെ ഹോളിന്റെ വലിപ്പം. ഞാനിപ്പോ റിങ് ഇട്ട് ചെയ്യുന്നത്. റിങ് ഇല്ലാതെ നമുക്ക് ചെയ്യാം. അത്രയും സിമ്പിൾ വർക്കാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. ഞാനിവിടെ സെന്റർ ഭാഗത്തൊന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. സെന്റർ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരേ കണക്കിന് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ റിങ് ഞാനിവിടെ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിക്സ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ഡിസൈനാണോ കൊടുക്കാനുള്ളത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം മാർക്ക് ചെയ്യുന്നത് പെൻസിലിട്ട് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അത്ര കാണാൻ പറ്റുന്നില്ല. മാർക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഏത് ഡിസൈനാണോ മാർക്ക് ചെയ്യേണ്ടത് അതൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഈ സിമ്പിൾ ഡിസൈൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഫുൾ വി ഷേപ്പിന് ചെയ്യണം. ഞാനിതുപോലൊന്ന് വരച്ചു കൊടുക്കുവാണ്. കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി ത്രെഡ് അടിയിൽ നിന്ന് കുത്തി ഇതുപോലെ മേളിലോട്ട് എടുത്ത് ഒരു ബീഡ് ഞാനിപ്പോ നീഡിലോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ത്രെഡ് എടുത്ത പോയിന്റിൽ നിന്ന് തന്നെ ഒരു 1/4 ഇഞ്ച് മേളിലോട്ട് ഒന്നുകൂടെ ഇതുപോലെ കുത്തി എടുത്ത ശേഷം ഈ ത്രെഡ് ഒരു 3 ചുറ്റ്, നീഡിലിന്റെ ഒരു 3 ചുറ്റ് ഇതുപോലെ ചുറ്റിയെടുത്ത് നമുക്കൊന്ന് വലിച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ ഒന്ന് ചുറ്റി ഇപ്പം 3 ചുറ്റായിട്ടുണ്ടേ. ഈ ചുറ്റി വന്ന ത്രെഡ് ഒന്ന് ഇതുപോലെ സപ്പോർട്ട് കൊടുത്ത ശേഷം നീഡിലൊന്ന് വലിച്ചെടുത്താൽ മതി. വലിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് പതിയെ വലിച്ചെടുത്താൽ മതി. ഇതുപോലെ നൂല് പരസ്പരം കുടുങ്ങാൻ പാടില്ല. മെല്ലെ ഇതുപോലെ വലിച്ചെടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ബഡ് ഇവിടെ കിട്ടും.
ഇതിപ്പോ പെൻസിൽ കൊണ്ട് ഞാൻ വരച്ച കാരണമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. വരച്ചു കൊടുത്തതിന്റെ പുറത്താണ് ഞാൻ ഈ ചെയ്യുന്നത്. ഇതിപ്പോ കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു കെട്ട് കൂടെ നമുക്ക് വേണം. ഇപ്പൊ ഈ ബീഡ് ഇട്ട് കൊടുത്ത് നമ്മൾ റൗണ്ട് ചെയ്ത് വിട്ടല്ലോ ഈ ത്രെഡ്, അതിന്റെ മേളില് തൊട്ട് മേളില് താഴോട്ട് ഇതുപോലെ നീഡിൽ ഇറക്കി ബാക്ക് സൈഡിലൂടെ ഒന്ന് വലിച്ചെടുക്കണം. അപ്പൊ മേളിലത്തെ ആ ഷേപ്പ് കിട്ടും. ഒത്തിരി വലിക്കാൻ പാടില്ല, ആ ഒരു ലെവലിൽ മാത്രം വലിച്ചു വിട്ടാൽ മതി. ആ ഒരു കറക്റ്റ് ലെവലിൽ സ്റ്റോപ്പ് ചെയ്യണം. അതല്ല എങ്കിൽ ഈ റൗണ്ട് പൊളിഞ്ഞളവും. കാരണം നമുക്ക് ഞെട്ട് കൂടെ ചെയ്താലേ അതവിടെ ഫിക്സ് ആവുള്ളൂ. അടുത്ത ബഡ് ചെയ്യാൻ വേണ്ടി അതിന്റെ അടുത്ത് ഒരു 1/4 ഇഞ്ച് മാറ്റി അതുപോലെ തന്നെ നീഡിൽ ഞാൻ അതുപോലെ പുറത്തുകൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബീഡ് നീഡിൽ ഇട്ട് കൊടുത്ത ശേഷം ഇപ്പൊ ത്രെഡ് വലിച്ചെടുത്തല്ലോ, ആ പോയിന്റിൽ നിന്ന് തന്നെ നേരത്തെ ചെയ്ത പോലെ മേളിലോട്ടൊന്ന് കുത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് കുത്തിയെടുത്ത ശേഷം 3 ചുറ്റ് ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. ഈ ത്രെഡിന് അടിയിലൂടെ എടുക്കണം. ഇതുപോലെ 3 ചുറ്റ്. ഇപ്പൊ 3 ചുറ്റായി. 3 ചുറ്റ് ഇട്ട ശേഷം ഇതുപോലെ വിരലിലൊന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഈ നീഡിൽ മെല്ലെ മേളിലൂടെ വലിച്ചെടുക്കാം. ഇപ്പൊ 2 ബഡ് ആവാറായി. ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനും ആ മേളിലത്തൊരു കെട്ട് വേണം. അപ്പൊ ഈ വലിച്ചെടുത്തതിന്റെ മേളിൽ ആ ത്രെഡിന്റെ തൊട്ട് മേളിലായിട്ട് താഴോട്ട് ഇതുപോലെ ബാക്ക് സൈഡിലൂടെ കുത്തി വലിച്ചെടുത്താൽ മതി. അപ്പൊ അവിടെയും ഷേപ്പ് വന്നു. അപ്പോഴത്തേക്ക് 2 ബഡ് ആവും. അത് കഴിഞ്ഞ് അടുത്ത ബഡിന് വേണ്ടി ഇതുപോലെ ഒന്ന് എടുത്ത് ബീഡിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. നീഡിൽ ഇതുപോലെ ഒന്ന് കുത്തിയെടുത്താൽ മതി. ആ നീഡിലില് 3 ചുറ്റ് കൂടെ കൊടുക്കാം. ഇതുപോലെ ഒന്ന് 3 ചുറ്റ് കൊടുത്ത് ആ ത്രെഡിന്റെ അടിയിൽ കൂടെ എടുത്ത് തന്നെ ചുറ്റി കൊടുക്കണം. സപ്പോർട്ട് കൊടുക്കണം. ഈ ത്രെഡിന്റെ സപ്പോർട്ട് കൊടുത്തില്ല എങ്കിൽ അതവിടെ കെട്ട് വീഴും. അപ്പൊ ഇതൊരു സപ്പോർട്ട് കൊടുത്ത് നീഡിൽ വലിച്ചെടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ത്രെഡിന്റെ മേളില് നീഡിൽ ഇറക്കി ബാക്കിലൂടെ ഒന്ന് വലിച്ചെടുക്കണം. ബാക്കിലൂടെ വലിച്ചെടുത്ത ത്രെഡ് അവിടെ മാറ്റിവിട്ട് ഗ്രീൻ കളർ ത്രെഡാണ് അടുത്ത് ഞാൻ തണ്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ചെയ്ത ബഡിനകത്തൂടെയാണ് എടുക്കേണ്ടത്. ഈ ബോളിനും ത്രെഡിനും താഴ്ഭാഗത്ത്, മേളിലല്ല താഴ്ഭാഗത്ത് ഈ ചുറ്റിയ ത്രെഡിനും ബോളിനും ഇടയിലായിട്ടാണ് ഈ തണ്ട് ചെയ്യാനായിട്ട് ഇതുപോലെ നീഡിൽ കണ്ടോ, നീഡിൽ ഇതുപോലെ മേളിലോട്ട് ഉയർത്തി തണ്ട് ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഈ 3 ബഡിന്റെയും സെൻട്രലായിട്ട് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ബാക്കിലോട്ട് ഇതുപോലെ ഒന്ന് കുത്തിയെടുത്താൽ മതി. ഇനിയിപ്പോ രണ്ടാമത്തെ ബഡിന്റെ ഉള്ളിലൂടെ അതുപോലെ തന്നെ ഈ ബോളിനും ത്രെഡിനും ഇടയിലൂടെ താഴ്ഭാഗത്ത് ബോളിന്റെയും ഈ ത്രെഡിന്റെ ഇടയിലൂടെ, അപ്പോഴേ അവിടെ കെട്ട് വരുവുള്ളൂ. അല്ലാതെ ആ ത്രെഡ് വലിക്കാൻ പാടില്ല, അത് പൊളിഞ്ഞു പോകും. ഈ തണ്ട് ചെയ്ത് കഴിയുമ്പോൾ അതവിടെ ഫിക്സ് ആവും. കണ്ടോ, ഫസ്റ്റ് ചെയ്ത തണ്ടിലൂടെ ഇതുപോലെ സെറ്റ് ചെയ്ത ശേഷം മൂന്നാമത്തെ ബഡിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഈ ത്രെഡിനും ബോളിനും ഇടയിലൂടെ നീഡിൽ വലിച്ചെടുത്ത് ഫസ്റ്റ് ചെയ്ത തണ്ട് 3 തണ്ടും ഒരു പോയിന്റില് ഇതുപോലെ ഒന്ന് കുത്തി ബാക്കിലൂടെ എടുക്കാം. ബാക്കിൽ നമുക്കിനി കെട്ടിട്ടാൽ മതി. കെട്ടിടാൻ വേണ്ടി ഫസ്റ്റ് ചെയ്ത 2 തണ്ടിന്റെ ത്രെഡ് ഉണ്ട്, ആ ത്രെഡിലൂടെ ഇതുപോലെ പിടിച്ച് ബാക്ക് ഒന്ന് കെട്ടിട്ട് വിട്ടാൽ മതി. കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ കെട്ടിട്ട ശേഷം അടുത്ത ഫ്ലവർ ചെയ്യണമല്ലോ, അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതി. കെട്ടിട്ട ശേഷം ചെയ്യണതിന് പ്രശ്നമല്ല. കണ്ടില്ലേ നമ്മുടെ ഫ്ലവർ എത്ര ഭംഗിയായിട്ടുണ്ടെന്ന്. സിമ്പിൾ അല്ലേ ഫ്ലവർ ചെയ്യാനായിട്ട്. ഇതുപോലെ ഞാൻ അടുത്തും കണ്ടിന്യൂ ചെയ്യുവാണ്. ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇതുപോലെ ബീഡിട്ട് 3 ചുറ്റ് ചുറ്റി നീഡിൽ വലിച്ചെടുത്ത് ഇതുപോലെ 3 ബഡ് ചെയ്ത ശേഷം നമുക്ക് തണ്ട് ചെയ്യണം. തണ്ട് ചെയ്യാൻ വേണ്ടി ഗ്രീൻ ത്രെഡിൽ ഇതുപോലെ 3 ബഡിലൊന്നും തണ്ട് ചെയ്ത ശേഷം ബാക്ക് സൈഡ് നമുക്ക് കെട്ടിട്ടെടുക്കാം.
കണ്ടില്ലേ, ഈ 2 ത്രെഡ് ആദ്യം ചെയ്ത തണ്ടിന്റെ 2 ത്രെഡിനകത്തൂടെ ഇതുപോലെ എടുത്ത് കെട്ടിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഈ ഡിസൈൻ ഞാൻ ഈ വി ഷേപ്പിന് കറക്റ്റ് ആയിട്ട് ചെയ്തു വന്നിട്ടുണ്ട്. ഇനി ഒരു ഫ്ലവറും കൂടെ ചെയ്താൽ മതി. ബാക്കി കംപ്ലീറ്റ് ആയി. കണ്ടോ, ഇതും കൂടെ ചെയ്തെടുക്കുമ്പോൾ വി നെക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി ഒരു ഡിസൈൻ കൂടെ ഞാൻ ചെയ്യുന്നുണ്ടേ. ഇതുപോലെ തന്നെ വി ഷേപ്പിന് ഇപ്പൊ ചെയ്തില്ലേ ഫ്ലവേഴ്സ്, അതിന്റെ സൈഡിലൂടെ കുറച്ചുകൂടെ വലിയ ബഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ചെയ്തിട്ട് നമ്മുടെ വി എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. ഈ ഒരു ഫ്ലവർ കൂടെ കഴിയുമ്പോൾ നമ്മുടെ കറക്റ്റ് വി ഷേപ്പ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു ലെയറും കൂടെ, അത് കുറച്ച് വലിയ ബഡാണ്. ഈ ബഡ് പോലെയല്ല, കുറച്ചുകൂടെ വലിയ ബഡാണ്. ഇതേ മെത്തേഡിലല്ല ചെയ്യുന്ന, അത് വേറൊരു മെത്തേഡിലാണ് കേട്ടോ. ഇപ്പൊ നമുക്കിവിടെ നമ്മുടെ നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഈ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയി. കണ്ടില്ലേ, എത്ര ഭംഗിയായിട്ടല്ലേ, കിടുക്കാച്ചി നെക്കല്ലേ ഇത്. ഏത് മോഡൽ കുർത്തകളിലായാലും ജോർജറ്റിലായാലും കോട്ടണിലായാലും നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാന്നുള്ളതേ ഉള്ളേ. ഇനി അടുത്ത ബഡ് കണ്ടേ എങ്ങനെയാണെന്ന്. അപ്പൊ ഞാനിപ്പോ അടുത്ത ബഡ് ചെയ്യാനായിട്ട്, അതും ഇതിനേക്കാളും സിമ്പിൾ ആണ് കേട്ടോ. ഇതുപോലെ ഫസ്റ്റ് ഗ്രീൻ കളർ ത്രെഡ് ഒരു പേന വെച്ചിട്ട് അടിയിലൂടെ ഇതുപോലെ ഗ്രീൻ കളർ ത്രെഡ് കുത്തിയെടുത്ത് ഈ പേനയ്ക്ക് ചുറ്റും കറക്റ്റ് ആയിട്ട് ഇതുപോലെ അപ്പുറത്തെ സൈഡിലൂടെ കുത്തി അടിയിലോട്ട് എടുക്കും. അതിനോട് ചേർന്ന് പിന്നെ ഇതുപോലെ മേളിലോട്ട് എടുത്ത് ഇതുപോലെ ചുറ്റിട്ട് കൊടുത്താൽ മതി. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തായിട്ട് ഇങ്ങനെ ചുറ്റിട്ട് കൊടുത്താൽ മതി. ഒരു 5 ചുറ്റ് ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട് ഗ്രീൻ കളറിൽ. അത് കഴിഞ്ഞ് പിങ്കും അതുപോലെ തന്നെ ഒരു 8 ചുറ്റ് ഒരു സൈഡിൽ നിന്ന് കുത്തി ഇപ്പുറത്തെ സൈഡിലൂടെ എടുത്ത് പിന്നെ അടി സൈഡിലൂടെ അപ്പുറത്തെ സൈഡിലൂടെ എടുക്കണം. ഇനി ഇപ്പുറത്തെ സൈഡിലൂടെ കുത്തി താഴോട്ട് എടുക്കണം. ഇതുപോലെ ഒരു 8 ചുറ്റ്. ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ ഈ ഡിസൈന്. ഒരേ ലെവലിൽ ചുറ്റി കൊടുത്താൽ മതി. ത്രെഡൊന്നും കുടുങ്ങാതെ ഒരേ ലെവലിലായിരിക്കണം. വലിപ്പം ചെറുപ്പാവാൻ പാടില്ല. ഇനി നമുക്ക് ഈ പേന ഇതുപോലൊന്ന് മാറ്റി കൊടുക്കാം. ത്രെഡ് വലിക്കാൻ പാടില്ല, കാരണം ബാക്ക് സൈഡിൽ നമുക്ക് ഗ്രീനും പിങ്കും ത്രെഡ് അതുപോലെ കിടപ്പുണ്ട്. അതിന്റെ ബാലൻസ് കെട്ടിട്ടിട്ടില്ല. ഈ ഗ്രീൻ കളർ ത്രെഡ് സെന്റർ ഭാഗത്തൂടെ, ഈ ചുറ്റിയ ത്രെഡിന്റെ ഉള്ളിലല്ല പുറത്തൂടെ ഒന്ന് ഇതുപോലെ പുറത്തൂടെ വലിച്ചെടുക്കണം. ഒത്തിരി വലിക്കരുത്. ആ കറക്റ്റ് ലെവലിൽ വലിച്ചു വെച്ച ശേഷം ഇതുപോലൊരു ചുറ്റ് സെൻട്രലിലൂടെ ഇതുപോലെ ഒരു കെട്ടാണ്, ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. കെട്ടിട്ട് വലിക്കാം, കെട്ടിട്ട് മുന്നേ വലിച്ചു കൊടുക്കാൻ പാടില്ല. ഇതുപോലെ ഒരു വലി കൊടുക്കുമ്പോൾ കറക്റ്റ് നമുക്കൊരു ബഡ് ഇവിടെ കിട്ടും. ഇതേ ബഡ് ഞാനിപ്പോ ഈ ഫസ്റ്റ് വി നെക്ക് കൊടുത്തല്ലോ, അതുപോലെ തന്നെ വി ഷേപ്പിന് കുറച്ച് സ്പേസ് വിട്ട് ഞാൻ ഫുള്ള് ചെയ്തെടുക്കുന്നുണ്ട്. ഫുള്ള് ചെയ്തെടുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം. അപ്പൊ നമ്മുടെ വർക്ക് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയി. സിമ്പിൾ വർക്ക് അല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ അല്ലേ, കണ്ടില്ലേ. നമുക്കിപ്പോ എങ്ങനെ ഏത് ഷേപ്പിന് വേണമെങ്കിലും ഈ ഡിസൈൻ സ്ക്വയർ ആണെങ്കിലും റൗണ്ട് ആണെങ്കിലും ഏത് ഷേപ്പിനാണെങ്കിലും അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ വി ചെയ്തന്നേ ഉള്ളൂ. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.